ആണ് ഹിന്ദി എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാമറുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇതില്ലാതെ നിങ്ങൾക്ക് സെന്റൻസ് കറക്റ്റ് ഹിന്ദിയിൽ എഴുതാൻ സാധിക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സാധനം എന്താണ്? ഇതാണ്. നോക്കിക്കേ, എന്താണ് കാൽ എന്ന് പറയുന്നത്, ടെൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾ ഒരുപാട് ടെൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഹിന്ദിയിൽ പഠിക്കാൻ പലർക്കും കുറച്ച് മടിയാണ്. അതെന്താണ്? ചിലപ്പോൾ മക്കൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ ടെൻസ് വളരെ സെറ്റ് ആക്കിയിട്ട് തന്നെ പോവാം. ഇത് കുറച്ച് ഭാഗങ്ങളായിട്ട് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇന്ന് ടെൻസ് എന്താണ് കാല് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാലെന്ന് പറഞ്ഞ ടെൻസ് ആണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ശരിക്കും ഈ കാൽ എന്താന്ന് നമുക്കൊക്കെ അറിയോ? കാൽ എന്ന് പറയുന്നത് സമയമാണ് അല്ലെ. എന്താണ്? സമയമാണ്. നോക്കിക്കേ, ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കിക്കേ, കാൽ കാ അർത്ഥ്. കാലിന്റെ അർത്ഥ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? കാലിന്റെ അർത്ഥം എന്താണ്? സമയം എന്നാണ് പറയുന്നത്. സമയം, ടൈം. സമയം എന്ന് വെച്ചാൽ എന്താണ്? ടൈം എന്നുള്ള അർത്ഥമാണ് നമ്മുടെ കാലിനുള്ള അല്ലെ. ഓരോ ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതൊക്കെ ഹിന്ദിയിൽ വേറെ വേറെ രീതിയിലാണ് പറയുക അല്ലെ. ഹിന്ദിയിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, മലയാളത്തിലാവട്ടെ, വേറെ വേറെ രീതിയിലാണ് സെന്റൻസ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, കാൽ കിസി. അപ്പൊ കാലിന് ടെൻസിന് ഒരു കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ഇതാണ് മക്കളെ. നോക്കിക്കേ, എന്താണ്? काल किसी कार्य संपन्न होने के बारे में बताते हैं. കാൽ എന്ന് പറയുന്നത്, ടെൻസ് എന്ന് പറയുന്നത്, കിസി ഏതെങ്കിലും ഒരു കാര്യം, സമ്പന്ന ഹോനേക്ക് ഏതെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. കെ ബാരേമേ ബത്താത്തേ എന്ന് വെച്ചാൽ എന്താണ്? അതിനെ കുറിച്ച് പറയുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിനെ കുറിച്ചിട്ട്, ഓടുകയാണ്, ചാടുകയാണ്, പഠിക്കുകയാണ്, പിന്നെന്താണ്, കളിക്കുകയാണ്, ഉറങ്ങുകയാണ്, ഇതൊക്കെ പറയുന്നത് നമ്മുടെ ക്രിയയാണ് അല്ലെ. ഈ ക്രിയ നടക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കാൽ ടെൻസ് എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് വളരെ അടിപൊളിയായിട്ട് മനസ്സിലാവും. നോക്കിയേ, വഹ് സോതാ ഹേ, അവൻ ഉറങ്ങുന്നു. എന്താ പറയുന്നത്? അവൻ ഉറങ്ങുന്നു. പ്രസന്റ് ആയിട്ടാണ് പറയുന്നത്. എന്താണ്? അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അവൻ ഉറങ്ങുന്നു. ഇത് പ്രസന്റ് ആണ്. നമ്മൾ ഇപ്പോൾ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഈ ടൈമിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി സെന്റൻസ് മാറുന്ന നോക്കിക്കോളെ. വഹ് സോതാ ഥാ, അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്? അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ കാലത്തെ ടൈമിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. വഹ് സോയേഗ, അവൻ ഉറങ്ങും. അതായത് ഭാവിയിൽ അവൻ ഉറങ്ങായിരിക്കും. ഇപ്പത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമല്ല പറയുന്നത്. ഭാവിയിൽ അവൻ ഉറങ്ങുമായിരിക്കും. വഹ് സോയേഗ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓരോ കാലത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് ഹിന്ദിയിൽ എന്ത് ചെയ്യാം? 3 ആക്കിയിട്ട് നമ്മുടെ കാലിനെ തരംതിരിക്കാം. അപ്പൊ നോക്കിക്കേ, കാൽ 3 പ്രകാർ കെ ഹോത്തേ ഹേ. കാൽ എന്ന് പറയുന്നത്, ടെൻസ് എന്ന് പറയുന്നത് 3 പ്രകാർ കെ, 3 ടൈപ്സ് ആണ് ഉള്ളത്. പ്രകാർ എന്ന് വെച്ചാൽ എന്താണ്? ടൈപ്സ് എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ 3 ടൈപ്സ് ആണ് ആരുള്ളത്? നമ്മുടെ കാലുള്ളത്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാം മിസ് അല്ലെ. അത് തന്നെ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഹിന്ദിയിലാക്കി പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ, നോക്കിക്കോളാം. ഭൂതകാൽ, വർത്തമാൻ കാൽ, ഭവിഷ്യകാൽ. പേരാലോചിച്ചോണേ. ഭൂതകാൽ, വർത്തമാൻ കാൽ, ഭവിഷ്യകാൽ എന്നുള്ളതാണ് നമ്മുടെ 3 കാൽ എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലൂടെ ഇത് പഠിച്ചിട്ട് പോവാം കേട്ടോ. നമ്മുടെ ടെൻസ് നമുക്ക് ഇംഗ്ലീഷിലൂടെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം. ഇപ്പൊ ജസ്റ്റ് ഈ ടെൻസ് എന്താ എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഭൂതകാലാണ്, അത് നമ്മുടെ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അടുത്തത് വർത്തമാൻ കാലാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. പിന്നെ ഫ്യൂച്ചർ ടെൻസിന് നമ്മൾ പറയുന്ന കാര്യമാണ് എന്ത്? ഭവിഷ്യകാൽ, ഇനി വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഇത് ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ടെൻസ് മുഴുവൻ അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പൊ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.